ഹായ് ഫ്രണ്ട്സ്, ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് നോർമലായിട്ടൊരു കുർത്തി നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്ക്, ഷോൾഡർ, ആം ഹോള്, ചെസ്റ്റ്, വേസ്റ്റ് ഇതെല്ലാം ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യുന്നത് ഞാൻ ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ്. അപ്പം നെക്കിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഒരു ഭാഗം നമ്മളാണെങ്കിൽ ഒരു ആലില ഷേപ്പിൽ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് ഇച്ചിരി വീതിയിലും ലെങ്തിലും എടുക്കണേ. എന്നിട്ട് അത് ഞാൻ ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനകത്തിൽ നമ്മുടെ ലെങ്ത്, നെക്കിൻ്റെ വിഡ്ത്ത്, അതേപോലെ നെക്കിൻ്റെ ലെങ്ത് ഇതെല്ലാം ഒന്ന് മാർക്ക് ചെയ്യണം. അതിന് മുമ്പ് ആദ്യം 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ അടിച്ച് പോകത്തില്ലേ, അത് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചു കൊടുക്കണം. അടുത്തത് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന് എത്രയാണോ നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത് അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 3.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. താഴേക്ക് നെക്കിൻ്റെ ലെങ്ത് 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ താഴെ ആ 5 ഇഞ്ചിൻ്റെ അവിടെയും നമ്മൾ നെക്ക് വിഡ്ത്ത് സെയിം 3.5 തന്നെ കൊടുത്തിട്ട് നമ്മളിതൊരു സ്ക്വയറായിട്ട് ബോക്സായിട്ട് നമുക്ക് ഒന്ന് വരച്ചൊന്ന് എടുക്കണം. അങ്ങനെ ഞാൻ ബോക്സായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നെക്ക് നമുക്ക് വരച്ചു കൊടുക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നെക്കിൻ്റെ ലെങ്ത്, നെക്കിൻ്റെ അല്ല, ആ പീസ് തുണിയുടെ ലെങ്ത് എത്രമാത്രം വേണമെന്ന് മാർക്ക് ചെയ്യണം. ഞാനിവിടെ 14 ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഒരു റൗണ്ട് നെക്ക് കൊടുക്കാം. നമ്മൾ ആ സ്ക്വയറായിട്ട് വരച്ചില്ലേ, ആ ഭാഗത്ത് നമുക്ക് ആംഹോൾ കർവ് വെച്ചിട്ട് ഒരു റൗണ്ട് നെക്കാണ് ഞാൻ ഇതേപോലെ കൊടുത്തിട്ടിരിക്കുന്നത്. ഇച്ചിരി വൈഡായിട്ടുള്ള നെക്കാണ്. അപ്പോൾ ഇത്രയും നെക്ക് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിൽ മാർക്ക് ചെയ്യാമേ. ഇനി എന്നിട്ട് നമ്മൾ ആ 3.5 ഇഞ്ച് താഴെ വരച്ച ആ വേദിയിൽ നിന്ന് സെൻറ്റർ എടുത്തിട്ട് ആ സെൻറ്റർ ഭാഗത്ത് 4 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ സെൻറ്റർ ഭാഗത്തേക്ക് കൂട്ടി വളച്ചൊന്ന് നമുക്കൊന്ന് വരച്ചു കൊടുക്കണം. അപ്പം നമുക്കൊരു നല്ലൊരു ഷേപ്പിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ വരയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ ആ 3.5 ഇഞ്ചിൻ്റെ ആ താഴ്ഭാഗത്ത് നിന്ന് നമ്മൾ കറക്റ്റ് നമ്മൾ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഭാഗത്തേക്ക് വരച്ചിട്ട് താഴേക്ക് നമ്മൾ 14 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ വരയ്ക്കാം. ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിങ്ങനെ വരച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ വരച്ചതിൻ്റെ സൈഡ് ഭാഗത്തെല്ലാം ഓരോ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കൊരു ഔട്ട്ലൈനൂടെ കൊടുക്കണേ. ഇതേപോലെ താഴ്ഭാഗം വരെ നമ്മൾ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്യും. നമ്മൾ സാധാ ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഇതേപോലെ 1 ഇഞ്ച് വെച്ച് സൈഡ് മാർക്ക് ചെയ്യാറുണ്ട്. അതേപോലെ ഈ ക്യാൻവാസിൽ നമ്മൾ താഴെ വരെ ചെയ്തെടുക്കണേ. അങ്ങനെ ഞാൻ താഴെ വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ലൈനെല്ലാം കൂടെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. നമ്മളിത് കട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് നമ്മുടെ ആ നെക്കിൻ്റെ വിഡ്ത്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് താഴേക്കൊരു 1/4 ഇഞ്ച് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തൊന്ന് കൊടുക്കണം. നമ്മൾ അറ്റത്തേക്കൊന്ന് 1/4 ഇഞ്ചിൽ ഇതേപോലെ ഞാൻ ഈ വരച്ചേക്കുന്നത് പോലെ ഒന്ന് ഷേപ്പ് ചെയ്യണേ. എന്തിനാ അങ്ങനെ ഷേപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നെക്ക് താഴ്ഭാഗത്തെ ആ പീസിൽ ഈ ഷേപ്പ് കിട്ടാൻ വേണ്ടി. ഈ ഷേപ്പ് വേണ്ടാന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ ചെയ്യാമേ. അത് ഞാനിങ്ങനെ ഒരു ഷേപ്പ് വേണമെന്ന് വെച്ചിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ആ ഷേപ്പ് ഒരു 1/4 ഇഞ്ച് ഇറങ്ങി ഷേപ്പ് ഇരിക്കുക. അത് നല്ല ഭംഗിയായിരിക്കും. ഇനി എന്നിട്ട് നമുക്ക് ഈ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇനി എന്നിട്ട് നമ്മൾ ആ റൗണ്ടിൽ കട്ട് വരച്ചില്ലേ, ആ നെക്കൊന്ന് കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. ഒന്ന് കട്ട് ചെയ്യുമ്പം സൂക്ഷിച്ച് കട്ട് ചെയ്യണം. സൂക്ഷിച്ച് കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ നെക്കിൻ്റെ ഭംഗി അങ്ങ് മാറിപ്പോവേ. നമ്മൾ ആ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മുകളിൽ ഷോൾഡർ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അതും കൂടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പം നമുക്ക് ആ തുണിയിൽ കറക്റ്റായിട്ട് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നെക്കൊന്നും മാറിപ്പോവാതെ കറക്റ്റ് ഫിനിഷിങ് നമുക്ക് കിട്ടും. ഇനി എന്നിട്ട് നമുക്ക് താഴെ നമ്മളാണെങ്കിൽ
ഒരു ആലില ഷേപ്പിൽ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പീസ് മാറ്റി വെച്ചേക്കണം, കളയരുത്. ഇത് വേസ്റ്റ് ബോക്സിലൊന്നും ഇടരുത്. നമുക്ക് കറക്റ്റായിട്ട് ആ തുണിയിലോട്ട് ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പീസ്, ഈ ആലില ഷേപ്പിൽ നമ്മൾ ഈ കട്ട് ചെയ്ത ഈ പീസ് നമുക്കിതൊന്ന് മാറ്റി വെക്കണേ. അങ്ങനെ നമ്മൾ ക്യാൻവാസ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ ഏത് തുണിയിലാണോ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് അത് ആ തുണിയിൽ വെച്ചിട്ട് ഒന്നുകിൽ ലൈനിങ് അല്ലെങ്കിൽ നമുക്ക് സെയിം തുണി ഉണ്ടെങ്കിൽ ഏത് തുണി വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ച് എടുക്കണേ. അപ്പോൾ ഇതിൻ്റെ പിന്നെ മിനുസമുള്ള ഭാഗം നമ്മുടെ തുണിയുമായിട്ട് ഒട്ടത്തുള്ളൂ. ആ ഭാഗം നമ്മൾ തുണിയുമായിട്ട് ഒന്ന് ഒട്ടിച്ചൊന്ന് എടുക്കണേ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പീസിലാണ് ഞാൻ ഇതേപോലെ ഒട്ടിക്കുന്നത്. അങ്ങനെ നമുക്കിതൊന്ന് അയൺ ചെയ്തൊന്ന് എടുക്കാം. അങ്ങനെ നമ്മൾ ഇത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ ഈ സൈഡ് ഭാഗം 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് കൊടുക്കണം. അങ്ങനെ നമ്മൾ സൈഡ് ഭാഗം 1/4 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ 1/4 ഇഞ്ച് അകത്തോട്ട് വെച്ച് ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തുകൂടെ കൊടുക്കണേ. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ കുർത്തിയുടെ നല്ല പീസിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിന് കുർത്തിയുടെ നല്ല വശവും അതേപോലെ കുർത്തിയുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ സെൻറ്ററും നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്ത ആ പീസ് വെച്ചിട്ട് സെൻറ്ററും നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് സെൻറ്ററും തമ്മിൽ വെച്ചിട്ട് നമ്മൾ ആ ക്യാൻവാസിൽ കൊള്ളാതെ ക്യാൻവാസിൻ്റെ തൊട്ട അരികത്തൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് കൊടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് തുണി തെന്നി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഇവിടെയായിട്ട് 3-4 പിന്നൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് പിന്ന് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഈ പിന്നെല്ലാം ഒന്ന് അഴിച്ചു മാറ്റാം. എന്നിട്ട് നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് നമുക്കിത് 1/4 ഇഞ്ചിൽ നമുക്കൊരു കട്ടിങ് കൊടുക്കണം. എന്നിട്ട് ഓരോ ഇഞ്ച് ഇടവിട്ട് നമുക്കിതോരോ കട്ടിങ്ങൂടെ കൊടുത്ത് ഒന്ന് എടുക്കണേ. എന്നിട്ട് ഇതേപോലെ ഓരോ കട്ടിങ്ങൂടെ കൊടുത്ത് നമ്മൾ ഓരോ ഇഞ്ച് ഇടവിട്ട് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഇടവിട്ട് നമുക്കിതേപോലെ കട്ടിങ്ങൂടെ കൊടുത്താൽ ഇത് കറക്റ്റായിട്ട് നമ്മൾ ചീത്ത വശത്തോട്ട് തിരിച്ചിടാൻ നമുക്ക് കറക്റ്റായിട്ട് പറ്റുമേ. ഇനി എന്നിട്ട് നമുക്കിത് കറക്റ്റായിട്ടൊന്ന് തിരിച്ചിട്ടിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൂടെ ഒന്ന് കൊടുക്കണേ. അങ്ങനെ ഞാൻ സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി എന്നിട്ട് നമ്മൾ മുന്നേ ആലിലെ നെക്ക് ഡിസൈനിൽ നമ്മൾ ഇതേപോലെ ഒരു പീസ് മാറ്റി വെച്ചില്ലേ ക്യാൻവാസ്, അതെടുത്തിട്ട് നമ്മൾ ഏത് പീസിലാണോ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് ആ പീസിൽ നമ്മളിത് 4ആയിട്ട് മടക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. അപ്പോൾ ആ തുണി 4ആയിട്ട് മടക്കണേ. ആദ്യം ഞാനിത് കണ്ടോ, ഇത് ഫോൾഡ് ചെയ്തിട്ടേക്കുവാണ്, 2ആയിട്ടാണ് കിടക്കുന്നത്. ഇനി എന്നിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് ഇത് 4ആയിട്ട് നമുക്കൊന്ന് മടക്കിയിട്ട് അപ്പം ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഇതിൻ്റെ ഫോൾഡിങ് ആയിട്ടുള്ള ഭാഗമാണ്, മറ്റേ സൈഡിൽ ഓപ്പണുമാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. നമ്മൾ ഫോൾഡ് ചെയ്ത ക്യാൻവാസും നമ്മുടെ തുണിയും തമ്മിൽ ഒരേപോലെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ഈ ക്യാൻവാസിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്കിതൊന്ന് ആദ്യം ഒന്ന് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണേ. കണ്ടോ, ഇതേപോലെ നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് എടുക്കണം. എന്നിട്ട് ക്യാൻവാസ് മാറ്റിയിട്ട് ക്യാൻവാസിൻ്റെ ആ ചുറ്റിനും നമ്മൾ 1 ഇഞ്ചെന്ന് ചുറ്റിനും ഒന്ന് മാർക്ക് ചെയ്യുക. മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്താൽ മതി. മുകളിൽ നമ്മൾ 1/2 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കി സൈഡിൽ നമ്മൾ ഓരോ ഇഞ്ചും ഇട്ട് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കണേ. അപ്പോൾ ആദ്യം ഞാൻ പിങ്ക് കളർ ചോക്കായതുകൊണ്ട് ഇതിനകത്ത് തെളിയുന്നില്ലായിരുന്നു. എന്നിട്ട് ഇപ്പം ഞാൻ ഇതേപോലെ വരച്ചെടുത്തു. ആദ്യം നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് കറക്റ്റ് മാർക്ക് ചെയ്യുക. പിന്നെ എന്നിട്ട് മുകളിൽ 1/2 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്തിടുക. എന്നിട്ട് സൈഡിലോട്ട് നമ്മൾ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. ഇത്രയേ ഉള്ളേ. എന്നിട്ട് നമ്മളപ്പോൾ ഇത് 2 പീസായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഈ 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് നമ്മൾ മുകൾ വശത്ത് 1/2 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മുകൾ വശത്ത് 1/2 ഇഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ മുകൾ വശത്ത് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് നമുക്ക് അപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു സ്റ്റിച്ചിങ്ങും കിട്ടും.
മടക്കി ഇടാൻ പറ്റുമല്ലോ. ഇനി എൻ്റെ അപ്പോൾ അതിൻ്റെ സൈഡൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട. ഇപ്പം ആ മുകൾ ഭാഗം മാത്രം 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യണേ. എന്നിട്ട് അത് നമുക്ക് നല്ല വശം ഒന്ന് തിരിച്ചെടുക്കണം. ഇനി എന്നിട്ട് നമുക്ക് അവിടെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്യേണ്ട, ഇതേപോലെ നമ്മൾ അയൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ടൊന്ന് കിട്ടുവേ. ഇനി നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് 1/2 ഇഞ്ച് ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി എന്നിട്ട് ആ ഫ്രണ്ടിൽ തന്നെ നമ്മൾ എത്രയാണോ നെക്കിൻ്റെ ലെങ്ത്, 5 ഇഞ്ചല്ലേ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്, എത്രയാണോ നെക്കിൻ്റെ ലെങ്ത് അതും കൂടി കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ ഷോൾഡറിൻ്റെ ലൈനിന് അവിടെ വെച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. മുകളിൽ അറ്റത്തുനിന്ന് മാർക്ക് ചെയ്ത് ഷോൾഡറിൻ്റെ ലൈനിൻ്റെ മേലെ വെച്ചിട്ട് 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് 2 ഭാഗത്തും ഒരേപോലെ 5 ഇഞ്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് ഇവിടെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ തുണി വയ്ക്കാൻ. അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഏറ്റക്കുറച്ചിലുണ്ടാവും. ഇനി എന്നിട്ട് നമുക്ക് അടിഭാഗത്ത് ഇതേപോലെ നമ്മുടെ ആ പീസ് വെച്ചിട്ട് അതിൻ്റെ മേലെ കറക്റ്റ് 5 ഇഞ്ച് 2 സൈഡിലും വരുന്ന രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതൊന്ന് തുണി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്കിതൊന്ന് പിൻ ചെയ്ത് കൊടുക്കണേ. ഓരോ പിന്ന് കുത്തി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് ഏറ്റക്കുറച്ചിലുണ്ടാവുമേ. അപ്പോൾ ആദ്യം നമ്മൾ ചുറ്റിനും ഇതേപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ. അങ്ങനെ ഞാൻ പിൻ കൊത്തി കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ ആ ടോപ്പിൻ്റെ അവിടെ പൈപ്പിങ് കൊടുക്കണം. പൈപ്പിങ് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഞാൻ പൈപ്പിങ്ങിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ആ ആലില നെക്കിൻ്റെ ആ ഷേപ്പിൽ ഞാൻ ഇതേപോലെ ഒരു ലേസ് കൊടുത്തിട്ട് ആ ലേസ് അകത്തോട്ട് വെച്ചിട്ട് ആ ഒരു ലേസിൻ്റെ ഒരു ഫ്ലവറാണ് അറ്റത്ത്, ആ ഫ്ലവറിൻ്റെ ആ ഭാഗം കാണുന്ന രീതിയിൽ അകത്തേക്ക് വെച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും. എനിക്കപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ലേസ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പൈപ്പിങ് ടോപ്പിൽ തന്നെ നമുക്ക് ഫുള്ള് പൈപ്പിങ് വെച്ചെടുത്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഇതേപോലെ ലേസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഇത്രയുള്ള നമ്മുടെ നെക്ക് ഡിസൈന്. അപ്പോൾ ഈ കുർത്തി നമുക്ക് ഫുള്ളേ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ നെക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ദക്ഷിണ ഡിസൈൻസ് എന്ന ചാനൽ